ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചൂരൽമലയിലും മുണ്ടക്കയിലും പരിശോധന തുടരുകയാണ്. ദുരന്തബാധിത മേഖലകളിൽ ഉദ്യോഗസ്ഥർ വിവരശേഖരണം നടത്തുന്നു. അൽ അമീൻ തോട്ടുമുക്ക നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അൽ അമീൻ, ഇനിയും പരിശോധന നടത്തേണ്ട ഇടങ്ങളുണ്ട്. പലയിടങ്ങളിലേക്കും മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് ഇപ്പോൾ പരിശോധനകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ക്യാമ്പുകളിലുള്ള ആളുകളെ കൂടി കൊണ്ടുവന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ വിട്ടുപോയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചാണോ ഇന്നത്തെ പരിശോധന? സുജയ, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ, പുഞ്ചിരിവട്ടം പ്രദേശങ്ങളിൽ നടക്കുന്നത്, ദുരന്തബാധിത മേഖലകളിൽ നടക്കുന്നത്. ഒന്ന്, പതിവ് പരിശോധന തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ JCB ഒക്കെ ഇറക്കി, ഹിറ്റാച്ചി ഒക്കെ ഇറക്കി പരിശോധന നടക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ആ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. അത് ആദ്യമായിട്ടുള്ള ആ മേഖലകളിൽ പരിശോധന നടക്കുന്നത്. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി പരിശോധന പൂർത്തിയാക്കിയ ഇടങ്ങളിൽ ഇന്ന് വീണ്ടും പരിശോധന തുടരുന്നുണ്ട്. അത് ഇന്നലെ നടന്ന ഐബോർഡ് പരിശോധന, അതോടൊപ്പം തന്നെ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന, അതിലൊക്കെ കിട്ടിയ സിഗ്നൽസ്, ആ സിഗ്നൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഒപ്പം മിലിറ്ററി പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ സ്ഥലങ്ങളിൽ NDRF പരിശോധന നടത്തുന്നു. NDRF പരിശോധന നടത്തി മടങ്ങിയ സ്ഥലങ്ങളിൽ മിലിറ്ററി പരിശോധന നടത്തുന്നു. അങ്ങനെ ഒരു റിവേഴ്സ് പരിശോധന, ഒരു പാരലായിട്ട് സംയുക്തമായിട്ടുള്ള ഒരു പരിശോധന വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം ഭാഗങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത്. സമാന്തരമായി ഈ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന പുരോഗമിക്കുമ്പോൾ തന്നെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. അത് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം വില്ലേജ് അധികൃതരുടെയും നേതൃത്വത്തിലാണ് ഈ പ്രദേശങ്ങളിൽ പല സംഘങ്ങളായി തിരിഞ്ഞ് വിവരശേഖരണം നടത്തുന്നത്. നമുക്ക് ഉദ്യോഗസ്ഥരെ കാണാം. പ്രദേശവാസികളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ദുരന്തബാധിത മേഖലകളിലുള്ള ആളുകളുമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ എത്തിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. പ്രധാനമായും നാശനഷ്ടം സംഭവിച്ച വീടുകളുടെ കണക്ക്, കെട്ടിടങ്ങളുടെ കണക്ക്, അതോടൊപ്പം തന്നെ ജീവനോപാധികൾക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വാഹനങ്ങൾക്ക് എത്രത്തോളം കേടുപാട് പറ്റിയിട്ടുണ്ട്, ഒപ്പം ഓരോ കുടുംബത്തിൽ നിന്ന്, ഓരോ വീട്ടിൽ നിന്ന് കാണാതായവരുടെ വിവരം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ കണക്ക് പ്രകാരം, ഔദ്യോഗിക കണക്ക് പ്രകാരം ഏതാണ്ട് 150ഓളം പേരാണ് ഇനി മിസ്സിംഗ് ലിസ്റ്റിലുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് പല ആളുകളും പല കോണുകളിൽ നിന്നും വിളിച്ച് കൂടുതൽ ആളുകൾ കാണാനില്ല എന്ന തരത്തിലുള്ള വിവരം നൽകുന്നുണ്ട്. അത് റേഷൻ കാർഡിന്റെയും മറ്റും സഹായത്തോടെ അത്തരത്തിലുള്ള വിവരശേഖരണം നടത്തുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഈ ഫീൽഡിൽ ഇറങ്ങി കാണാതായവരുടെ ഒരു കൃത്യമായ കണക്ക്, ഡാറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കണക്കെടുപ്പ് നടത്തുന്നത്. പലരും ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ടാകാം. അവരൊന്നും മടങ്ങി വന്നിട്ടുണ്ടാകില്ല. അവരെ സംബന്ധിച്ചൊന്നും ഒരു പക്ഷേ നാട്ടുകാർക്ക് ഒരു വിവരവും ഉണ്ടാവില്ല. ഫോണിലൊന്നും ബന്ധപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ഒരു പക്ഷേ അത്തരക്കാരെയും കൂടി മിസ്സിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പഴുതടച്ച് എത്ര പേരെ കൃത്യമായി കാണാനില്ല, എത്ര പേർക്ക് വേണ്ടിയുള്ള ഒരു പരിശോധന ഇനി തുടരണം, അത് എത്ര ദിവസം തുടരണം എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ കാണാതായവരുടെ ഒരു കൃത്യമായ കണക്കെടുപ്പ് കൂടി നടത്തുന്നത്. അതോടൊപ്പം ഈ പുനരധിവാസം ഉൾപ്പെടെ നാശനഷ്ടം സഹായധനം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കെടുക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഈ ചൂരൽമലയിലും മറ്റും നടക്കുന്നത്. അതോടൊപ്പം സുജിയ, ഈ നേരത്തെ തന്നെ പരിശോധനയ്ക്ക് പൂർത്തിയാക്കി പോലീസും സൈന്യവും NDRFും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ മടങ്ങിയ പല ഇടങ്ങളുമുണ്ട്. അത്തരം ഇടങ്ങളിലെ മൺകൂനകളിൽ പലയിടങ്ങളിലും ഈച്ച ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈച്ച വ്യാപകമായി അങ്ങനെ കൂടുന്നത് കൊണ്ട് തന്നെ അത്തരം ഇടങ്ങളിൽ ഒരു പക്ഷേ മൃതദേഹ സാന്നിധ്യം ഉണ്ടെങ്കിലോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിലും പരിശോധന നടക്കുകയാണ്. അത്തരത്തിൽ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ഇടങ്ങളിലുള്ള രണ്ടാം ഘട്ട പരിശോധനകളിലൊക്കെ ഇന്നലെയൊക്കെ പലയിടങ്ങളിൽ നിന്നും മൃതദേഹ ശരീരഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ കൂടുതൽ ശരീരഭാഗങ്ങൾ ഇത്തരം ഇടങ്ങളിൽ ഉള്ളതുകൊണ്ടാണോ, അത്തരത്തിൽ മനുഷ്യ ശരീരത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെയോ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ടാണോ ഈ ഈച്ച ഇങ്ങനെ മുച്ചുന്നത്, മാത്രമല്ല ദുർഗന്ധം വമിക്കുന്നത് എന്നതൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഇടങ്ങളിലും ആ അർത്ഥത്തിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഏതായാലും എത്ര ദിവസം ഈ പരിശോധന തുടർന്നു പോകുമെന്നുള്ളത് വ്യക്തമായിട്ടില്ല. പക്ഷേ എന്നാൽ പോലും സൈന്യം അതിലൊരു നിലപാട് എടുക്കുന്നതുവരെ ഈ പരിശോധന ആ അർത്ഥത്തിൽ തുടരാനാണ് തീരുമാനം. പ്രത്യേകിച്ച് ബന്ധുക്കളിൽ പലരും, കുടുംബക്കാരിൽ പലരും പലതരത്തിലുള്ള ആശങ്കകൾ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പരിശോധനകളിൽ പ്രശ്നമുണ്ടോ എന്നുള്ളതല്ല, പക്ഷേ എല്ലാ മേഖലകളിലും വേണ്ട രീതിയിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ടോ, പരിശോധന പകുതിയെങ്കിലും അവസാനിപ്പിച്ച സ്ഥലങ്ങൾ, ഇതുവരെയുള്ള പരിശോധന അത് പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രദമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംശയം പ്രകടിപ്പിക്കാനുള്ള കാരണം ആ പരിശോധന ഏതാണ്ട് പൂർത്തിയായ ഇടങ്ങളിൽ നിന്ന് വീണ്ടും ശരീരഭാഗങ്ങളും മറ്റും തുടർ പരിശോധനകളിൽ ലഭിക്കുന്നൊരു സാഹചര്യത്തിലാണ് അത്തരം ചില നടപടി. ഇന്ന് നേരത്തെ ഒരാൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഈ പരിശോധനയൊക്കെ കഴിഞ്ഞ് മടങ്ങിയ സ്ഥലത്ത് ഇന്നലെ പ്രദേശത്തെ ചില ചെറുപ്പക്കാർ അവരുടേതായ രീതിയിൽ ഒരു പരിശോധനയ്ക്ക് പോയി എന്നാണ്. അങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഒരു സ്മെല്ല്, ദുർഗന്ധം വമിക്കുന്നു. അവിടെ പരിശോധന നടത്തിയപ്പോൾ ഒരു ശരീരഭാഗം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രദേശവാസികൾ ആ നിലയിൽ കുറച്ചുകൂടി അവർക്കറിയുന്ന പ്രദേശങ്ങളിലൊക്കെ കയറിയിറങ്ങി പരിശോധിക്കാനുള്ള ഒരു കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമ്മളിപ്പോൾ കാണുന്നത് ചൂരൽമല ടൗണിലേക്ക് ഈ ഉരുള് പൊട്ടി ഒപ്പം മണ്ണിടിഞ്ഞു വീണ് അവശിഷ്ടങ്ങൾ അടിച്ചു കയറിയ ഭാഗമാണ്. അവിടെ വീടുകളൊക്കെ തകർന്നു കിടക്കുന്നത് കാണാം. ചൂരൽമല ടൗണിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഭാഗത്തുള്ള ഇടത്താണ് ഇപ്പോൾ അൽ അമീൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപകടത്തിന്റെ, ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഇതെല്ലാം. ഇത് ടൗണിൽ നിന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കുമൊക്കെ കടക്കുന്ന വഴികളാണ്.